നടൻ കലാഭവൻ മണി ഓർമ്മയായിട്ട് 3 വർഷം. 2016 മാർച്ച് 6 സിനിമാ പ്രേമികളെ ഞെട്ടിച്ച കലാഭവൻ മണിയുടെ അപ്രതീക്ഷിത വിയോഗം. മലയാള സിനിമയിൽ കലാഭവൻ മണി എന്ന പ്രതിഭ ബാക്കിവെച്ചു പോയത് ഹൃദയം തൊടുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളാണ്. ചിരിച്ചും കരയിപ്പിച്ചും ഭയപ്പെടുത്തിയും വേറിട്ട ഭാവങ്ങളിലൂടെ സഞ്ചരിച്ച മണിയിലെ നടനെ മലയാളവും കടന്ന് അന്യഭാഷയ്ക്കും പ്രിയപ്പെട്ടവനാക്കി. പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴും തൻ്റെ നാടായ ചാലക്കുടിയെയും നാട്ടുകാരെയും മണി ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു. മലയാളിയെ ഏറെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ആ മണിമുഴക്കം നിലച്ചത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. സിനിമാ രംഗത്തെ സകലകലാ വല്ലഭനായിരുന്നു ഈ ചാലക്കുടിക്കാരൻ ചങ്ങാതി. അഭിനയിച്ചും മിമിക്രി കാട്ടിയും നാടൻ പാട്ടുപാടിയും മണി ആരാധക മനസ്സിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുത്തു. ഓട്ടോക്കാരനായി ജീവിതം തുടങ്ങിയ മണി കൈവയ്ക്കാത്ത മേഖലകളില്ലെന്ന് തന്നെ പറയാം. കൊടിയ ദാരിദ്ര്യത്തിൻ്റെ കറുത്ത ദിനങ്ങളിൽ നിന്ന് ആരാധക മനസ്സിൻ്റെ സ്നേഹസമ്പന്നതയിലേക്കാണ് കലാഭവൻ മണിയെന്ന അതുല്യ പ്രതിഭ നടന്നു കയറിയത്. അക്ഷരം എന്ന ചലച്ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തെത്തിയെങ്കിലും സുന്ദർദാസ് ലോഹിതദാസ് കൂട്ടുകെട്ടിൻ്റെ സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പൻ്റെ വേഷം മണിയെ മലയാള ചലച്ചിത്രത്തിന് ശ്രദ്ധേയമാക്കി. തുടക്കത്തിൽ സഹനടനായി ശ്രദ്ധ നേടിയ ശേഷം പിന്നീട് നായക വേഷങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം ഏറെ പ്രശംസ നേടിയ ചിത്രങ്ങളായിരുന്നു. ഹാസ്യതാരമായും സഹനടനായും നായകനായും വില്ലനായും തെന്നിന്ത്യ മുഴുവൻ ആരാധകരെ ഉണ്ടാക്കിയ മണി രജനീകാന്ത്, കമലഹാസൻ, ഐശ്വര്യ റോയ്, വിക്രം തുടങ്ങി ഇന്ത്യൻ സിനിമയിലെയും മലയാളത്തിലെയും ഒട്ടുമിക്ക എല്ലാ താരങ്ങളോടൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്. നാടൻ പാട്ടിനെ ജനകീയമാക്കിയതിൽ മണിക്കുള്ള പങ്ക് വളരെ വലുതാണ്. കേരളത്തിലെ നാടൻ പാട്ടുകളും രസമുള്ള ഈണങ്ങളും കണ്ടെടുത്ത് പുനരാവിഷ്കരിക്കാൻ ഒട്ടേറെ ശ്രമങ്ങൾ മണി നടത്തിയിട്ടുണ്ട്. ഓരോ സിനിമയുടെ സെറ്റിൽ പോകുമ്പോഴും അവിടുത്തെ നാടൻ പാട്ടുകാരെ വൈകുന്നേരം മുറിയിലെത്തിക്കും. നേരം പുലരുന്നതുവരെ പാടി രസിക്കും. അതിൽ നിന്ന് പുതിയൊരു ഈണം പിറക്കും. അങ്ങനെയാണ് പല പാട്ടുകളും പിറന്നതും. പാവങ്ങളായ രോഗികൾക്ക് മരുന്ന്, ചികിത്സ, ചാലക്കുടിയിൽ വായനശാല, സ്കൂൾ ബസ്, ഓണത്തിനും ക്രിസ്മസിനും 150 കുടുംബങ്ങൾക്ക് 5 കിലോ സൗജന്യ അരി, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിനുള്ള സഹായം എന്നിവയെല്ലാം മണി എന്ന മനുഷ്യൻ്റെ നന്മകളായിരുന്നു. അടിമാലിയിലെ ഒരു യുവാവിൻ്റെ കിഡ്നി മാറ്റിവെക്കാൻ സഹായിക്കാൻ മണി അവിടെ ഒരു പ്രോഗ്രാം പെട്ടെന്ന് നടത്തി 10 ലക്ഷം സ്വരൂപിച്ചു. കൈനീട്ടി മുന്നിലെത്തുന്നവനെ ഒരിക്കലും മടക്കി അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചാലക്കുടിയിലെ മണികൂടാരം എന്ന വീടിനു മുന്നിൽ എന്നും പാവങ്ങളുടെ നീണ്ട നിരയുണ്ടാകും. ഒടുവിൽ അദ്ദേഹം വിട പറഞ്ഞപ്പോൾ മണിയുടെ നന്മ എല്ലാവരും അറിഞ്ഞു. തുടർന്ന് സംവിധായകൻ വിനയൻ ആ നന്മകളെല്ലാം ചേർത്തുവെച്ച് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന മണിയുടെ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയും ചെയ്തു. ആ ചിത്രത്തിന് ലഭിച്ച പ്രേക്ഷക സ്വീകാര്യത അത് കലാഭവൻ മണിയുടെ കഥയാണെന്നുള്ളത് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. 2016 മാർച്ച് 6 മണിയുടെ അന്ത്യം. പാടിയിൽ കുഴഞ്ഞു വീണ മണിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അന്നു മുതൽ തന്നെ ആരോപണവും ഉയർന്നിരുന്നു. മദ്യവും വിഷാംശവും കണ്ടെത്തിയതിൽ ഉയർന്ന സംശയത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടുമില്ല. ഇതേ തുടർന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ CBI കേസ് ഏറ്റെടുത്തു. മണിയുടെ സിനിമാ ബന്ധങ്ങളും സൗഹൃദങ്ങളും സംശയനിഴലിലായ കേസിൽ നുണപരിശോധന ഉൾപ്പെടെ നടന്നെങ്കിലും കാര്യമായ തെളിവൊന്നും പോലീസിന് ലഭിച്ചില്ല. അതേസമയം മരണകാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. സിനിമാ രംഗത്തുള്ള സുഹൃത്തുക്കളടക്കം നിരവധി പേരെ ചോദ്യം ചെയ്തു. മരണത്തിന് തൊട്ടുമുൻപ് മണിക്കൊപ്പമുണ്ടായിരുന്ന ജാഫർ ഇടുക്കിയും സാബുമോനും അടക്കമുള്ള 7 സുഹൃത്തുക്കളെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന CBIയുടെ ആവശ്യം എറണാകുളം CJM കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. സത്യം പുറത്തു വരണമെന്നുള്ളതുകൊണ്ട് തന്നെ അതിന് തയ്യാറാണെന്ന് ഈ 7 പേരും കോടതിയെയും CBIയും അറിയിക്കുകയും ചെയ്തു. വൈകാതെ തന്നെ നുണപരിശോധന നടത്താനാണ് CBIയുടെ നീക്കം. എന്നാൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തെളിവുകൾ ഒന്നും CBIക്ക് ഇതുവരെ ലഭിച്ചിട്ടുമില്ല. നുണ പരിശോധന കൊണ്ട് പ്രയോജനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന പോലീസിന്റെ കണ്ടെത്തലിന് സമാനമായി മണിയുടെ മരണം സ്വാഭാവികമെന്നെഴുതി അവസാനിപ്പിക്കാനാണ് CBIയുടെ ഇപ്പോഴത്തെ നീക്കം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.